Good morning, everyone. Welcome back to English class. Today we are going to discuss some activities as well as some portions. Okay. So, in the last class we have learned about Malala, right? Yes, sir. So there are some activities we can look at in the textbook. Here I'm sharing the textbook, or you can look at the textbook also, or you can just see it in screen. Anything is fine. Right. So, who was Malala? Malala ആരായിരുന്നു? അനക്ക അനക്ക അൺമ്യൂട്ട് ചെയ്തേ. മലാല ആരായിരുന്നു? മലാല യൂസഫായ്. പറയ്, അറിയാവോ? അറിയില്ല. അലീന? അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി സംസാരിച്ച്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി അങ്ങനെയാണോ? അതിനു വേണ്ടിട്ടാ സംസാരിച്ചിരുന്നേ? ആ പറയ്. സ്കൂളിൽ പോകാൻ പറ്റാതെ പഠിപ്പിച്ചത്. സ്കൂളിൽ പോകാൻ പറ്റാതെ മലയാളം പഠിപ്പിക്കും. അതായത് സ്കൂളിൽ പോകാൻ പറ്റാതെ മലയാളം പഠിപ്പിക്കുന്നു എന്നല്ല, അതായത് സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്കൂളിൽ പോകാൻ പറ്റാത്ത എന്നല്ല, വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ആര് മലാല യൂസഫായി പ്രവർത്തിച്ചത്. ആൻഡ് ഷി വാസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ്. ഷീ ഈസ് ഫ്രം പാകിസ്ഥാൻ. ആൻഡ് അവിടെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അവിടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചിരുന്നു. അപ്പോ അതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു മലാല യൂസഫായ്. ആൻഡ് ഷീ ഗോട്ട് നോബൽ പ്രൈസ് ഇൻ 2014. കേട്ടോ, ഇത് GK കൂടെയാണ്, അതുകൊണ്ട് അത് മറക്കരുത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തായിരുന്നു. നമുക്കിനി ആക്ടിവിറ്റി 2 മുതൽ ചെയ്യാനുണ്ട്, അല്ലേ? തുടങ്ങിയാലോ? റെഡിയാണോ? Yes, sir. Yes, sir. Read Yes, sir. famous quote. Education is the most powerful weapon in you can use to change the world. മണ്ടേല പറഞ്ഞതാണ്, നെൽസൺ മണ്ടേല പറഞ്ഞതാണ്. Education is the most powerful weapon which you can use to change the world. നമ്മുടെ ലോകത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ആണ് എഡ്യൂക്കേഷൻ. അത് ടെററിസമോ അല്ലെങ്കിൽ പവറോ പൊളിറ്റിക്സോ പാർട്ടിയോ ഒന്നുമല്ല. എഡ്യൂക്കേഷൻ ആണ് മോസ്റ്റ് പവർഫുൾ വെപ്പൺ. Terrorism has no nationality, no religion. Vladimir Putin. ടെററിസത്തിന് നാഷണാലിറ്റി ഇല്ല, അത് ഒരു രാജ്യം എന്നില്ല, അല്ലെങ്കിൽ ഒരു മതം എന്നില്ല. അതാണ് ടെററിസം. Always remember, you have within you the strength, the patience, and the passion to reach for the stars to change the world. അതായത് അത് പറഞ്ഞിട്ട് ഹാരിയറ്റ് ട്യൂബ്മാൻ പറഞ്ഞിട്ടുള്ള എന്താ? ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ഓർക്കുക, യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഒരു സ്ട്രെങ്ത്. ദ പാഷൻ, ആ ഒരു ക്ഷമ, ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ. പാഷൻ മീൻസ് നിങ്ങൾക്ക് ഒന്നിനോടുള്ള അതിയായ ആഗ്രഹം, അതായത് ഒന്ന് എത്തും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു പാഷൻ.
അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് ലോകത്തെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ്, സ്ട്രെങ്ത്, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. Men are from earth, women are from earth. അതായത് ആണായാലും പെണ്ണായാലും അവർ ഭൂമിയിലുള്ളവരാണ്. അവരെ രണ്ടായിട്ട് കാണരുത്, ഒരുമിച്ച്. അതായത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇല്ല, ആണ് പെണ്ണെന്ന് വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്നില്ലേ? അപ്പൊ അതിനെതിരായിട്ടാണ് നമ്മുടെ മലാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ എന്താ സ്ത്രീകൾക്ക് എതിരെ പോരാടുന്നവർക്കെതിരെ, സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പോരാടണം എന്നുള്ള കാര്യം. ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നത് നമ്മൾ നേരത്തുള്ള പാഠങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അവരെല്ലാം ആണിനെയായാലും പെണ്ണിനെയായാലും ഒരുപോലെ കാണണമെന്ന് ആണ് ജോർജ് കാർഗിൽ. So, question. Now read Malala's words in the circle. Try to pick out the quote which carries similar ideas to that Malala's words from the balloon. Write the name of the person who has made the corresponding quote in the box given. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ മലാലയുടെ കുറച്ച് തന്നിട്ടുണ്ട്. ആരുടെയോ ഫോൺ. ഓക്കെ, ഇവിടെ നമുക്ക് മലാലയുടെ കുറച്ച് വേർഡ്സ്, അത് കുറച്ച് കോഡ്സ് നമുക്ക് സർക്കിളിൽ തന്നിട്ടുണ്ട് ഹിയർ. അപ്പോ നമുക്ക് ചെയ്യേണ്ടത് ട്രൈ ടു പിക്ക് ഔട്ട് ദ കോഡ്സ് വിച്ച് ക്യാരി സിമിലർ ഐഡിയാസ്. അതായത് മലാലയുടെ ഈ ഒരു ഐഡിയാസും നമ്മുടെ മുകളിൽ വായിച്ചില്ലേ, ഈ ബലൂണിൽ കിടക്കുന്ന ഈ ഒരു ഐഡിയാസും സിമിലർ ആയി തോന്നുന്ന ആരുടെയൊക്കെ കോഡ്സ് എന്നുള്ള കാര്യം നമ്മളിവിടെ എഴുതണം. ഈ ആരുടെയൊക്കെ കോഡ്സുമായിട്ടാണ് മലാലയുടെ ഈ കോഡ്സിന് സിമിലാരിറ്റി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? റെഡിയാണോ? അത് രാവിലെ ആയതുകൊണ്ട് ഉറക്കം വരുന്നു? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കോട്ട് വായിക്കാം. We call upon all governments to fight against terrorism and violence. അതായത് നമ്മളിവിടെ പറയുന്നു we call upon, നമ്മൾ എല്ലാരോടും ആഹ്വാനം ചെയ്യുകയാണ് to fight against terrorism and violence. ടെററിസത്തിനും അതായത് ഭീകരവാദം, അതുപോലെ തന്നെ അക്രമത്തിനുമെതിരെ പ്രവർത്തിക്കണമെന്ന് എല്ലാ ഗവൺമെന്റിനെയും നമ്മൾ പറയുന്നു. അപ്പോ ഇത് മുകളിൽ കൊടുത്തിട്ടുള്ള ഏത് കോട്ടുമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത്? വ്ളാഡിമിർ പുടിൻ. അതായത് ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലീജിയൻ. ടെററിസത്തിന് ഒരു രാജ്യമെന്നില്ല, ഒരു മതമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ മലാല പറയുന്നത് എല്ലാ ഗവൺമെന്റും, അപ്പൊ ഒരു സ്ഥലം എന്നില്ല, അപ്പൊ എല്ലാ ഗവൺമെന്റും ഇതിനെതിരെ We want schools and education for every child's bright future. നമുക്ക് സ്കൂളും എഡ്യൂക്കേഷനും ചിൽഡ്രൻസിന് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട്. അപ്പോ ഈ ഒരു കോട്ടും മുകളിലത്തെ ആരുമായിട്ടാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്? Nelson Mandela. Education is the most powerful weapon which can use to change our world. നമ്മുടെ ഫ്യൂച്ചറില് നമ്മുടെ വേൾഡിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ. We call upon our sisters around the world to embrace the strength within themselves. നമ്മുടെ സിസ്റ്റേഴ്സിന്, നമ്മുടെ എല്ലാ സ്ത്രീകളോടും ആഹ്വാനം ചെയ്യുകയാണ്, നമ്മുടെ സഹോദരിമാരോട് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളിലുള്ള സ്ട്രെങ്തിനെ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മളുടെ വേൾഡില് നമ്മൾ കാണിക്കണം. വേൾഡിന്റെ പുരോഗതിക്ക് നമ്മുടെ ഈ ഒരു സ്ട്രെങ്ത് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോട്ട് ഏതാണ്? Harriet Tubman. അതായത് always remember you have within you the strength, patience and the passion.
അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള ഒരു സ്ട്രെങ്തും പാഷനും എല്ലാം ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ കണ്ടെത്താനായിട്ട് നമ്മുടെ മലാല യൂസഫായി പറയുന്നത്. A deal that goes against the dignity of women and their rights is unacceptable. A deal that goes against the dignity. അതായത് സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ അഭിമാനത്തിനോ അല്ലെ മാനത്തിനോ എതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ആരുമായിട്ടാണ് ചോദിക്കുന്നത്? ആരാ? George Carlin. Men are from earth, women are from earth, deal with it. അതായത് അവരെല്ലാരും ഈക്വൽ എന്നാണ് പറയുന്നത്. കേട്ടോ? ഓക്കെ. സോ അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അടുത്ത ആക്ടിവിറ്റി 3. Look at the picture given below. How can you reach Malala? ഇത് നമ്മുടെ ഒരു പസിൽ ഗെയിം പോലെയാണ്. ഇവിടെ ഒരു സ്റ്റാർട്ട് ഉണ്ട്. അപ്പോ ഇവിടെ നിന്ന് നമ്മളടുത്ത് ഈ വഴിയെ ഏതോ ഒരു വഴിയെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മലാലയുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോ അത് ഏത് വഴി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് look at the picture given below. How can you reach Malala? If Malala only go through the correct state from her find your way. അതായത് നിങ്ങൾക്ക് അവളുടെ അടുത്ത് എത്തണമെങ്കിൽ മലാലയുടെ അടുത്ത് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവളുടെ ആ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, മലാലയുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയണം. നിങ്ങൾ അതിലൂടെ നോക്കിയാൽ മാത്രമേ, അതിലൂടെ പോയാൽ മാത്രമേ മലാലയുടെ അടുത്ത് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിൽ വായിച്ചു നോക്കിയതിനു ശേഷം ഏതൊക്കെ കോട്ടാണ് മലാല പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മലാലയുടെ സ്പീച്ചിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടില് മലാല ഡേ ഈസ് മൈ ഡേ, കറക്റ്റ് ആണോ? മലാല ഡേ ഈസ് മൈ ഡേ, മലാല ദിവസം എന്ന് പറയുന്നത് എന്റെ ദിവസമാണ് എന്നാണോ അത് മലാല പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞത്? എവ്രിവൺ ഡേ അല്ലേ? അപ്പോ മലാല അത് റോങ് ആണ്. അപ്പൊ നമുക്ക് ആ വഴി പോകാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കിയേ. We realize importance of light when we see darkness. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ ഡാർക്ക്നെസ്സിലായിരിക്കുമ്പോൾ വെളിച്ചത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടോ മലാല? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് വഴിയായിപ്പോ പോവേണ്ടത്? എന്താ? കേട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ വഴിയെ പോണം. ഞാൻ എന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് ഈ വഴിയെ പോയി ഇവിടെ ആണല്ലോ. കാണാവോ സ്ക്രീന്? ഓക്കെ, അടുത്ത് നമുക്ക് മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അവർ വേർഡ്സ് കനോട്ട് ചേഞ്ച് ദ വേൾഡ്. മലയാളം എന്താ പറഞ്ഞത്? അവർ വേർഡ്സ്, നമ്മുടെ വാക്കുകള് നമ്മുടെ വേർഡ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണോ മലയാളം പറഞ്ഞത്? മലയാളം പറഞ്ഞത് ചെയ്യാൻ പറ്റും. അപ്പോ അത് നമുക്ക് റോങ് ആണ്. ആ വഴി പോവാൻ പറ്റില്ല. ഓക്കെ,
നിങ്ങളത് നോട്ട് ചെയ്തോളണേ. ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ ഈ വഴിയെ പോയി, ഇവിടെ നിന്ന് പോയി അടുത്ത് വന്നു. This is necessary for education. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Is necessary for education പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്ത ഇത് നോക്കിക്കേ. A deal that goes against the dignity of women and their rights is unacceptable. That goes against the dignity of women. വുമണിനെതിരായിട്ടുള്ള എന്ത് കാര്യങ്ങളും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചപ്പോ യെസ് അല്ലെങ്കിൽ നോയോ. ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ ഇല്ലേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഓടിച്ച് നോക്കി അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? എവിടെ? അതായത് the deal that goes against the dignity of women and their rights is unacceptable. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും അത് കറക്റ്റ് ആണ്. ആ വഴി നമുക്ക് പോകാം. അടുത്ത I speak for my, എനിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് മലാല പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ മലാല സംസാരിച്ച ആർക്ക് വേണ്ടിയിട്ടാ? മലാല സംസാരിച്ച ആർക്ക് വേണ്ടിയിട്ടാ? അതായത് പ്രത്യേകിച്ചും I speak for myself. അത് ശരിയാണോ തെറ്റാണോ? തെറ്റ്. എന്തുകൊണ്ടാ തെറ്റായ? പിന്നെ എന്താ മലാല പറഞ്ഞത്? കുട്ടികൾക്കും പിന്നെ രാജ്യത്തിലെ എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക്, കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക്, എഡ്യൂക്കേഷൻ കിട്ടാത്ത കുട്ടികൾക്കും വേണ്ടിയാണ് പ്രധാനമായിട്ട് മലാല സംസാരിച്ചത്. കേട്ടോ? ഓക്കെ. അടുത്ത് the sword is mightier than the pen. The sword is mightier than pen. ശരിയോ തെറ്റോ? സ്വേർഡ് അതായത് വാൾ എന്ന് പറയുന്നത് പേനയേക്കാൾ മൂർച്ചയേറിയതാണ്. ശരിയോ തെറ്റോ? എത്ര പേര് ശരി പറയുന്നു? ജസ്റ്റ് ഒന്ന് കൈപോയിക്ക്. അലീന, അലീന, വേറെ ഇതൊക്കെ അഭിജിത്ത്, ജ്യോതിക, അഭിനവ്, ഷാരോൺ, വിൻസി. ഓക്കെ. ബാക്കിയുള്ളവരോ? നോ പറയുന്ന ആരൊക്കെ ഉണ്ട്? ഋതു, അനഘ. അഭിജിത്ത് നീ രണ്ടിടത്തും ഉണ്ടോ? രണ്ടിടത്തും പറ്റത്തില്ല. ആൽഫിൻ, ആൽഫിൻ എന്ത് പറയുന്നു? യെസ് ഓർ നോ? അൺമ്യൂട്ട്. നോ. എന്തുകൊണ്ടാ നോ ആയേ? ഋതു, പെണ്ണ് വാളിനെക്കാളും മൂർച്ചയേറിയതെന്നാണ് മലാല പറഞ്ഞത്. അല്ലാതെ വാളല്ല കേട്ടോ. നമ്മൾ പറഞ്ഞു പെന്നെന്ന് പറയുന്നത് നമുക്ക് പെൻ, നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ടൈറ്റിൽ തന്നെ നോക്കി എന്തുവായിരുന്നു? One pen
Ah. one pen, When one teacher, and one one One. book change the That is world. one child, one teacher, one pen and one book can change the world. അപ്പൊ പെന്നിന് പെണ്ണുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അല്ലെ പെണ്ണെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന വാളിനെക്കാളും അല്ലെങ്കിൽ ഒരു സ്വേർഡിനെക്കാളും ഏറ്റവും മൂർച്ചയേറിയ സാധനമാണ് പെൻ. അതായത് മൂർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടുമ്പോ മൂർച്ച ഉണ്ടോ എന്നല്ല, അതായത് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, വാളിനെക്കാളും ഗുണം ചെയ്യും പേനയ്ക്ക്, കേട്ടോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്, നോ ആണ്. ആൻസർ എന്ന് പറയുന്നത് പെൻ ഈസ് മൈറ്റിയർ ദാൻ എ സ്വാർഡ്, കേട്ടോ. അടുത്തത് അപ്പോ അത് തെറ്റാണ്. അടുത്ത വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. വൺ ചൈൽഡ്, അതായത് നമ്മളിപ്പോ അതിന്റെ ഹെഡിങ് തന്നെയാണ് നമ്മുടെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു പേന, ഒരു ബുക്ക്, ഇതിനെല്ലാം ലോകത്തെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ശരിയോ തെറ്റോ? ശരി. ഇത്രയും ശരിയായപ്പോ നമ്മൾ മലാലയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. മലാല ഇവിടെ കൊണ്ട് മലാലയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഡൗട്ട് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ എഴുതുക, നോട്ടിലും എഴുതുക. അടുത്ത് ഹെഡിങ് ഈ ചാപ്റ്ററിന്റെ പേര് കൊടുത്തോ. ചാപ്റ്ററിന്റെ പേര് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കോ. കാര്യം അതിന് സെപ്പറേറ്റ് നോട്ട് തരണ്ടല്ലോ, ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. നോട്ട് വേണോ? വേണ്ടല്ലോ, ജസ്റ്റ് ടിക്ക് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇതും അതുപോലെ തന്നെ. അപ്പൊ ഈ ആക്ടിവിറ്റീസ് എല്ലാം അതിന്റെ കൂടെ ചേർത്ത് എഴുതിയാൽ മതി, കേട്ടോ. അടുത്തത് എഡിറ്റിംഗ്. Read the passage given below. There are a few errors in it. They are underlined. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ താഴെ തന്നിരിക്കുന്ന ഒരു പാസേജില് കുറച്ച് തെറ്റുണ്ട്, അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതണം. വായിക്കുക. Once upon a time there lived a lovely princess with fair skin and blue eyes. Princess, അവിടെ നോക്കിയ പ്രിൻസസിന്റെ സ്പെല്ലിംഗ് എന്താ? ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ആള് പറയാ. ഷാരം എന്നെ നോക്കി, അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കി പറഞ്ഞു. പ്രിൻസസിന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? ഇവിടെ തെറ്റാണ് സ്പെല്ലിംഗ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്തായിരിക്കും? അത് പ്രിൻസ് അല്ലേ ഉള്ളു, പ്രിൻസസ്. എടാ അത് PRI പ്രിൻസ് എന്നേ വായിക്കാൻ പറ്റും, അങ്ങനെ ഒരു വാക്കില്ല. അടുത്ത് PRINC എന്ന് പറഞ്ഞ അതും തെറ്റാണ്. അടുത്ത് പക്ഷെ പ്രിൻസസ്, അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെ ആയിരിക്കും പറയുക? അതെടാ അത് പ്രിൻസ് എന്നല്ലേ വീണ്ടും വായിക്കാൻ പറ്റും. പ്രിൻസസ്, പ്രിൻസസ്. ഇവിടെ ജസ്റ്റ് നോക്ക്, നീ ഇവിടുത്തെ ഈ വേർഡ് പ്രിൻസസ് ഒന്ന് വായിക്കും. ബാക്കി എവിടെ? SESS. അപ്പൊ പ്രിൻസസ്. അപ്പൊ അതിൽ എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കറക്റ്റ് സ്പെല്ലിംഗ് ആവും? ഒരു അക്ഷരം മാറ്റിയാൽ മതി, അത് ക്ലിയർ ആവും. ഏതക്ഷരം? എസ്സോ? എസ് മാറ്റിയിട്ട് ഏതാക്കണം? പറയൂ ഷാരോ. സി ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. PRINCESS. അപ്പോ അതായത് ഒരു പണ്ടൊരിക്കൽ, വൺസ് അപ്പോൺ എ ടൈം,
ഒരു പ്രിൻസസ് വിത്ത് ഫെയർ സ്കിൻ ആൻഡ് ബ്ലൂ ഐസ്, നീലക്കണ്ണ് നല്ല ഭംഗിയുമുള്ള ഒരു ഒരു രാജകുമാരി പ്രിൻസസ് ജീവിച്ചിരുന്നു. So fair that she was named Snow White. പേര് സ്നോ വൈറ്റ് എന്നായിരുന്നു. Her mother dies when Snow White was a baby and her father married again. Her mother dies. അപ്പോ അവിടെ എന്തായിരിക്കും? ഡൈസ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അതിന് വരെ എന്ത് വരുമായിരിക്കും? ഡൈഡ്. അതെങ്ങനെ വന്നു ഡൈഡ് എന്നുള്ളത്? അതെന്തുകൊണ്ടാ ഡൈഡ് എന്ന് വരുന്നത്? അതെന്തുകൊണ്ടായിരിക്കും ഡൈഡ് എന്ന് വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൈ എന്നാക്കിയാ പോരെ, DI. അല്ലെങ്കിൽ ഡൈ എന്ന് വെച്ചാൽ മരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഡൈസ് എന്ന് വെച്ചാൽ മരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഡൈഡിന്റെ മീനിങ് എന്താ? മരിച്ചു കഴിഞ്ഞു. അപ്പോ പാസ്റ്റ് ടെൻസിനെ നമുക്ക് പറയുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് അവിടെ പാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡൈസിനെ ഡൈഡ് എന്ന് ആക്കുന്നത്. ഓക്കെ. അപ്പോ ഡൈഡ് when Snow White was a baby and her father married again. അതായത് അവളുടെ അമ്മ മരിച്ചപ്പോൾ, അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ അമ്മ മരിച്ചു. അതിനുശേഷം അവളുടെ അച്ഛൻ ഒരു സ്ത്രീ വീണ്ടും കല്യാണം കഴിച്ചു. This queen was very pretty, but she was very cruel also. ആ ക്യൂൻ എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരിയായിരുന്നു, പക്ഷെ എന്നാൽ ഭയങ്കര ക്രൂരയുമായിരുന്നു. The wicked stepmother wanted to be the more beautiful lady in the kingdom, and she would often ask her magic mirror, who is the fairest of all them. അത്ര നമുക്ക് നോക്കാം. The wicked stepmother, ആ ദുഷ്ടയായ stepmother, wanted to be more beautiful. മോർ എന്നാണോ അവിടെ പറയാം? മോർ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയും. എന്താ അവിടെ എന്താ വരുന്നേ? മോസ്റ്റ് എന്ന വരിക. മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ല മോർ ബ്യൂട്ടിഫുൾ, കൂടുതൽ ഭംഗി എന്നല്ല, മോസ്റ്റ്, അതായത് വളരെ ഭംഗി എന്ന നമ്മൾ പറയുക. അപ്പൊ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ കിങ്ഡം and she would often ask her magic mirror. അവളുടെ കയ്യിലുണ്ടായിരുന്ന മാജിക് മിററിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുമായിരുന്നു, മിറർ ഓൺ ദ വാൾ, മിറർ, അവിടെ ഇരിക്കുന്ന മിററെ, who is the fairest of them all? Who is the fairest of them all? അവിടെ എന്തോ ഒരു ഓൾ ഒരു തെറ്റുണ്ട്. എന്താ തെറ്റ്? വിൻസി, എന്തായിരിക്കും വിൻസി തെറ്റ്? അല്ല, വിൻസി ഇപ്പോ മ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്തേ. വിൻസി അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, വിൻസിന് പറഞ്ഞു. എന്തായിരിക്കും അവിടെ ഉള്ള തെറ്റ്? വിൻസി അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചേ. അൺമ്യൂട്ട് ചെയ്. ഓക്കെ, ഇനി സംസാരിക്കും. ഇപ്പൊ അൺമ്യൂട്ടായി, ഇനി സംസാരിക്കും. വീണ്ടും മ്യൂട്ടായി. ഓക്കെ, വിൻസി പറഞ്ഞു. അറിയില്ല. ഓക്കെ, ആദിത്യൻ അറിയില്ല. യമി അതായത് മിറർ ഓൺ ദ ഹൂ ഇസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. അതായത് ഹൂ ഇസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം
ഓൾ. അപ്പൊ ആ ഓളില് നമ്മളൊരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഓളിലുള്ള തെറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. എന്താ? രണ്ട് എല്ല് വേണ്ട. രണ്ടെല്ല് വേണം. സ്പെല്ലിങ്ങിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. രണ്ടെല്ല് വേണം. ഓൾ എന്ന് പറയുമ്പോൾ രണ്ടെല്ല് തന്നെയാണ്. അത് കറക്റ്റ് ആണ്. പക്ഷെ അല്ലാതെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. എന്താ ഷാരോൺ? കേട്ടില്ല, ഒന്നുകൂടെ. കുത്തും കോമയും കിടക്കുന്നു. ഓക്കെ, അത് കോമയല്ല, അപ്പോസ്ട്രോഫി കിടക്കുന്നത്. അതെന്ന് പറയുന്ന കോട്ട, അതായത് മിററിന്റെ തുടക്കത്തില് അവിടെ കോട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെ എൻഡ് ചെയ്യിക്കുന്നതാണ് അവിടെ ഒരു കോട്ട്. അപ്പൊ പക്ഷെ അവിടെ ഒരു കുത്ത് കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെ വേറെ എന്ത് ചേഞ്ച് പറഞ്ഞായിരിക്കും? ആ ഒരു സെന്റൻസ് മുഴുവനായിട്ട് വായിച്ച് ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും വേണ്ടത്? അലീന, അൺമ്യൂട്ട്. എന്തായിരിക്കും? എന്തോ ഒരു ചേഞ്ച് ഉണ്ട്. എന്തായിരിക്കും? അറിയാവോ? അറിയില്ല. അറിയില്ല, സാരമില്ല. ഋതു, അൺമ്യൂട്ട്. ഓക്കെ, എന്താ? എന്താ? ഋതു, അറിയാവോ? കേട്ടില്ല, അറിയില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും അറിയാവോ? നോ. ആൽഫിൻ? No, sir. Sir, who is the fairest of the മാലിന്റെ മീനിങ് എന്താണ്? ഹു ഈസ് ദ ഫെയറസ്റ്റ്, അതായത് അതിൽ ഏറ്റവും ഫെയറസ്റ്റ്, സുന്ദരിയായിട്ടുള്ള ആൾ ആരാണ് എന്നാണ്. ഫെയറസ്റ്റ് അതായത് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആരാണ്, അവിടെ ഉള്ളതിൽ വെച്ച് ആരാണ് ഏറ്റവും വലിയ സുന്ദരി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോ ജസ്റ്റ് നിങ്ങൾ നോക്കിയേ, ഹൂ ഈസ് ദ, അതായത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ വന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ അവസാനം എന്ത് വരണം? ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് വരണം. ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താണ് തെറ്റ് അവിടെ? ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്തതാണ് അവിടുത്തെ തെറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാല് അപ്പൊ അവിടെ പ്രശ്നം തീരും. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ആൻഡ് ദ മാജിക് മിറർ വുഡ് സേ, മാജിക് മിറർ പറഞ്ഞു, യു ആർ യുവർ. അപ്പോ ആ മാജിക് മിറർ എപ്പോഴും ഇപ്പോ ഈ ക്യൂൻ എപ്പോഴും ചോദിക്കും, മിററെ ഇതിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആൾ ആരാണ്, ഇവിടെ ഉള്ളതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഫെയറസ്റ്റ് ആയിട്ടുള്ള ആൾ ആരാണ്? അപ്പൊ അത് പറയും, യു ആർ യുവർ മജസ്റ്റി. ആ മിററെ താങ്കൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ രാജ്ഞി തന്നെയാണ് ഏറ്റവും സുന്ദരിയായിട്ടുള്ളത് എന്ന് പറയും. ബട്ട് വൺ ഡേ, ഒരു ദിവസം, ദ മിറർ റിപ്ലൈഡ്, ചോദിച്ചപ്പോൾ മിറർ പറഞ്ഞു, Snow White is the fairest of them all. Snow White is the fairest of them all. അതായത് രാജ്ഞി അല്ല സുന്ദരി, ആ സ്നോ വൈറ്റ്, അതായത് ആ രാജാവിന്റെ മകൾ, ആ പ്രിൻസസ് ആണ് ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞു. The wicked queen was very angry. Wicked queen, അതായത് ആ ദുഷ്ടയായ ക്യൂന് ഭയങ്കര ദേഷ്യം വന്നു. What a fair lady is Snow White. What a fair lady is Snow White. അപ്പൊ അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ലേഡി മാറ്റിട്ട് ഗേൾ ആക്കണം. ഇല്ല, രാജ്ഞിയല്ലേ, രാജകുമാരി എന്ന് പറയുന്ന പ്രിൻസസ് എങ്കിലും നമ്മൾ കുട്ടി എന്ന് പറയുന്നില്ലല്ലോ. അപ്പോഴും ഗേൾ ആക്കണമെന്നില്ല. ലേഡി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല കേട്ടോ. അതിലല്ലാതെ ആ ഒരു സെന്റൻസ് കൺസ്ട്രക്ഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ആ ഒരു ഫോർമേഷൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടോ?
ആ ക്വസ്റ്റ്യൻ ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്താ മറുപടി പറയാത്ത? പഠിച്ചിട്ടില്ലേ? ഇല്ല. നിങ്ങളെല്ലാരും പോയോ? ആരും മറുപടി പറയേ. പഠിച്ചിട്ടില്ലേ? ജ്യോതിക, ഋതു? നോ, പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗ്രാമറിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാമർ ടെക്സ്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്? ഉണ്ട് സർ. ഏതായിരുന്നു? ഇതല്ലേ ഈ ടെക്സ്റ്റ്? ആ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോ വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ് എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. അവിടെ പറയുന്നത് വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ഈസ് എ ഫെയർ ലേഡി, അല്ലെങ്കിൽ സ്നോ വൈറ്റ് ഈസ് എ ഫെയർ ലേഡി. അപ്പോ ആ ഈസ് എന്ന ആ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും ഇതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ വേർഡിൽ ഇടത്തില്ല. അത് അവസാനം മാത്രമേ ഇടത്തുള്ളൂ. അപ്പൊ വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഫോർമേഷനിൽ അങ്ങനെ വരും കേട്ടോ. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ഫോർമേഷൻ്റെ ഓരോ ടെൻസിന്റെ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സോട്ട് എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഫോർമേഷനും ബാക്കി ഗ്രാമറും കുറെ എടുക്കാനുണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ്സോട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ ഒരു യൂണിറ്റ് തീർത്തതിന് ശേഷം തുടങ്ങാന്ന് വിചാരിച്ച ഞാൻ ആ ഗ്രാമർ ബുക്ക് ഇന്ന് തുടങ്ങാത്ത, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തുടങ്ങുമായിരുന്നു കേട്ടോ. ഓക്കെ. She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. അതായത് അപ്പോ ഈ രാജ്ഞിക്ക് ഭയങ്കര അസൂയ തോന്നി, ജലസ്, അസൂയ തോന്നി. എന്തുകൊണ്ടാ? ഈ കണ്ണാടി പറഞ്ഞു സ്നോ വൈറ്റ് ഈസ് ദ ഫെയറസ്റ്റ്, സ്നോ വൈറ്റ് ആണ് ഏറ്റവും ഭംഗിയുള്ള ആള് എന്ന് പറഞ്ഞതിനാണ് രാജ്ഞിക്ക് ദേഷ്യം തോന്നി. ആൻഡ് ഓർഡേർഡ് ഹെർ ഹൺസ്മാൻ, അതായത് ഈ വേട്ടയാടി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ രാജാക്കന്മാർക്ക് വേട്ടയാടി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട്, ഹൺസ്മാൻ അത് വേട്ടയാടി കൊണ്ടുവരുന്ന ആൾക്കാർ, വേട്ടക്കാര്, അവരോട് പറഞ്ഞു ടു ടേക്ക് സ്നോ വൈറ്റ് ടു ദ ഫോറസ്റ്റ്, സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് കൊണ്ടുപോവുക. ആൻഡ് കിൽ ഹെർ, അവിടെ വെച്ച് അവളെ കൊന്നുകളയുക. I want you to bring back her heart. I want you to bring back her heart. തിരിച്ച് നിങ്ങൾ വരുമ്പോൾ അവളുടെ ഹൃദയം നിങ്ങൾ എനിക്ക് പറിച്ചെടുത്തോണ്ട് വരണം എന്നായിരുന്നു രാജ്ഞി പറഞ്ഞിരുന്നത്. She ordered, അവ രാജ്ഞി കൽപ്പിച്ചത്. But when the huntsman reached the forest with Snow White, he took pity on her and set her free. അതായത് അവളെ ആ ഹൺസ്മാൻ, അതായത് വേട്ടക്കാര് അവിടെ കൊണ്ടുപോയപ്പോൾ, കാട്ടിൽ കൊണ്ടുപോയപ്പോൾ he took pity on her, അതായത് അവർക്ക് ഭയങ്കര വിഷമം തോന്നി, അവളെ കൊല്ലുന്നതിൽ വിഷമം തോന്നി. അപ്പോ അവരൊരു ഡിസിഷൻ എടുത്തു, എന്ത് ചെയ്യാൻ? സെറ്റ് ഹെർ ഫ്രീ, അതായത് അവളെ വെറുതെ വിടാനായിട്ട്, കാട്ടിനുള്ളിൽ വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചു. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. He killed a deer. ഡിയറിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ അത്? DEER, അതായത് നമ്മുടെ മൃഗം, ഡിയർ, മൃഗത്തിന് DEER എന്ന സ്പെല്ലിംഗ്. DEAR, ഡിയറിന്റെ മീനിങ് എന്താ? എന്റെ പ്രിയപ്പെട്ടവളെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്, മൈ ഡിയർ സ്റ്റുഡൻറ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോ പ്രിയപ്പെട്ട എന്ന അർത്ഥമാണ് വരിക. അപ്പോ ഇവിടെ അർത്ഥം DEER, ഡിയർ, and took its heart to the wicked queen and told her that he had killed Snow White. അപ്പൊ ആ വേട്ടക്കാരൻ ഒരു മാനിനെ കൊന്നതിന് ശേഷം അതിന്റെ ഹൃദയം എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു കൊന്നു കളഞ്ഞു എന്ന്. Snow White
wandered in the forest all wandered മീനിങ് അറിയാവോ? wandered മീനിങ് അറിയാവോ? അതായത് അലഞ്ഞു തിരിഞ്ഞ് അവിടെ, അതായത് ആ ഒരു കാട്ടിൽ അവൾ ഒറ്റയ്ക്കായി പോയില്ലേ? അപ്പൊ ഒറ്റയ്ക്കായപ്പോൾ അവൾ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഫോറസ്റ്റ് ഓൾ നൈറ്റ്, ആ രാത്രി മുഴുവനും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. ക്രൈ, അപ്പോ കരഞ്ഞുകൊണ്ട് അവൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. മനസ്സിലായോ? ഇപ്പോഴുള്ള കുറച്ച് എറർ മാത്രമേ ഉള്ളൂ. ആ എറർ അത്ര മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഈ പാസേജിനെ അതുപോലെ എഴുതുക. എഴുതിയതിനു ശേഷം എനിക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ സ്കൂളിൽ നോട്ട് കൊണ്ടുവരുമ്പോ അതിൽ കാണണം. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ നോട്ട്സ്? അപ്പൊ ഇന്ന് പെട്ടെന്ന് എഴുതാൻ നിൽക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ് വരെയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ മതി അതില്, അല്ലാതെ കൂടുതൽ വേണ്ട. കഴിഞ്ഞ ആക്ടിവിറ്റീസ് വരെയൊക്കെ മതി. ഇത് അടുത്ത പ്രാവശ്യം കൊണ്ടുവരുമ്പോ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ്. SS ഇന്ന് കൊണ്ടുവരണോ? SS ഇന്ന് കൊണ്ടുവരണം. എല്ലാം എഴുതിയില്ലേ? എഴുതിയത് വരെ മതി കേട്ടോ. അല്ലാതെ ഇത്, അതായത് ഇപ്പൊ ഇന്നലെ ഞാൻ അയച്ച നോട്ട്സ് അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ ഇന്നലെ അല്ലേ അയച്ചത്, അപ്പൊ അതിന് മുമ്പ് വരെയുള്ള നോട്ട്സ് ആയാലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു ചാപ്റ്റർ എന്താ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അഭിനവ് എന്തായാലും പറഞ്ഞോ. എന്ത് പറ്റി? നോട്ടിൽ എഴുതണോ? എഡിറ്റ് ചെയ്ത് നോട്ടിൽ എഴുതണം. ടെസ്റ്റ് തന്നതുപോലെ എഴുതിയിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്ത് എഴുതണം, അങ്ങനെയാണോ? കറക്റ്റ് ചെയ്ത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ആക്ടിവിറ്റി ഏതാണെന്ന് എഴുതുക. ആക്ടിവിറ്റി നമ്പർ എത്ര? അപ്പൊ ഇത് ആക്ടിവിറ്റി നമ്പർ 4 എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഡിറ്റഡ് പാസേജ് എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ദ പാസേജ് ആൻഡ് റീറൈറ്റ് എന്നില്ലേ, അത് മാത്രം എഡിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് താഴെ അണ്ടർലൈൻ ചെയ്യുക. ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തത് എന്നുള്ള കാര്യം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അഭിനവ് എന്താ പറഞ്ഞേ? അഭിനവ് കൃഷ്ണ. അതൊന്നുമില്ല സാർ, ക്ലാസ് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ ഓക്കെ, അങ്ങനെയാണോ? ഓക്കെ, ശരി. അപ്പോ അങ്ങനെ നമ്മള് ഈ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തിന് പോവേണ്ടത് പുതിയ യൂണിറ്റാ. അപ്പോ ഇത് നിങ്ങൾക്കുള്ള ജസ്റ്റ് ഒരു ടെസ്റ്റാ. ടെസ്റ്റ് മീൻസ് ഇങ്ങനെ ഇതിൽ നോക്കുക, ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കി നോക്കാം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ടീച്ചർ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? അത് കുറച്ച് കുറച്ചേ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ, അതോ നിങ്ങൾ കൂടുതൽ ഹെൽപ്പ് വേണോ? പറയ്. ഇതിലുള്ള ക്വസ്റ്റ്യനാ. ഇതിൽ ഏത് വേണമെന്നുള്ള കാര്യം അത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇത് നോട്ടിലൊന്നും എഴുതണ്ട കേട്ടോ. ഇത് നോട്ടിലൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ഇനി നിങ്ങൾക്ക് ഇനി പറ്റുന്ന റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി. നിങ്ങൾക്ക് ഈ കവിതകൾക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇനി നിങ്ങൾക്ക് ഒരു പാസേജ് ഒക്കെ തന്നു കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഇനി അനലൈസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കിയോ? ഇല്ലല്ലോ. ഇല്ല, അത് നമുക്ക് നോക്കാം. പ്രിപ്പയർ എ ഇൻവിറ്റേഷൻ കാർഡ്. അറിയാം, ഞാനൊന്ന് പറഞ്ഞു തന്നല്ലേ. ഡു ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ഓൺ മൈ ഓൺ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, ഗ്രാമർ, അതൊക്കെ ചെയ്യാൻ പറ്റുമോ? പ്രയാസമാണല്ലേ? അത് നമുക്ക് സോർട്ട് ചെയ്യാം. നമുക്ക് ഗ്രാമർ എന്തായാലും എടുക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ബുക്ക് അടുത്ത ക്ലാസ്സിലത്തേക്ക് എടുത്ത് വച്ചിരിക്കുക. പക്ഷെ അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അതിലുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അല്ലാത്ത ഗ്രാമറും ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ.
അല്ല ഇതില് നിങ്ങൾക്ക് അത്ര പ്രയോജനമുള്ളതല്ല, പക്ഷെ കുറെ വേർഡ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ബുക്കിലൊന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം, പക്ഷെ എന്നാലും കുറച്ച് ബേസിക് ഗ്രാമറും കാര്യങ്ങളെല്ലാം നമുക്ക് അല്ലാതെ തന്നെ പഠിക്കാം. ശരി, നിങ്ങൾക്ക് ഇതൊരു പ്രൊജക്റ്റാണ്, ചെയ്യേണ്ട ഒരു വർക്കാണ്. ഇത് നിങ്ങൾക്ക് അവസാനം ചോദിക്കും, അപ്പോഴ് ഇതിന് മാർക്ക് ഉള്ളതും കൂടെയാണേ. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. യു മേ ഹാവ് കം അക്രോസ് മെനി ന്യൂസ് വുമൺ. നിങ്ങൾ ഇപ്പോ റിഗാർഡിങ് വുമൺ, സ്ത്രീകളെ പറ്റിയിട്ട് പല റിപ്പോർട്ടും പല ന്യൂസും നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവാം. റിപ്പോർട്ട് ഓൺ വുമൺ ഹു ഹാവ് ഓവർകം ചലഞ്ചസ് ഇൻ ദെയർ ലൈഫ്. അതായത് അവരുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത കുറെ പേരെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കളക്ട് സിമിലർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. അതായത് നിങ്ങൾ കളക്ട് ചെയ്യുക, അത്തരം റിപ്പോർട്ട്സിനെ നിങ്ങൾ കളക്ട് ചെയ്യുക, കട്ട് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ മലയാളം ആയാലും കുഴപ്പമില്ല, അത് ഇംഗ്ലീഷാണ് സജസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ മാക്സിമം കട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് സൂക്ഷിക്കുക. ഒരു മിനിമം ഒരു 10 റിപ്പോർട്ടെങ്കിലും അതുപോലെ കളക്ട് ചെയ്യണം. പറഞ്ഞു. 10 റിപ്പോർട്ടെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പിന്നീട് ചോദിക്കും, അപ്പോഴും പറയാം ന്യൂസ് പേപ്പർ ഇല്ല. എന്റെ വീട്ടിലില്ല സാർ. ന്യൂസ് എന്റെ പേപ്പർ വീട്ടിലില്ല സാർ. ശരി. നിങ്ങൾക്ക് മൊബൈൽ നോക്കി വായിക്കാൻ പറ്റോ ന്യൂസ് പേപ്പർ? ഞാൻ അയച്ചു തന്നാൽ വായിക്കോ? വായിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ ഞാൻ അയച്ചു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, അതിലുള്ള ഒരു ന്യൂസ് എങ്കിലും വായിക്കുക. ഓക്കെ, ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് എങ്കിലും വായിക്കുക. അതിന്റെ ഹെഡിങ് നിങ്ങൾ ഇത്രയും ചെയ്യുക. ഇതിപ്പോ ഈ ആക്ടിവിറ്റിയെ റിലേറ്റ് ചെയ്ത് ന്യൂസ് പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ അതിന്റെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ നോട്ട് ചെയ്യുക, ഏത് ദിവസത്തേന്ന് നോട്ട് ചെയ്യുക, ഏത് പത്രത്തിലെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇത്രയും നോട്ട് ചെയ്തെങ്കിലും വെക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യാൻ പറ്റും അതിലുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതില് കുറെ ഇപ്പൊ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ മനസ്സിലാവണമെന്നില്ല, ആ വാക്കുകളൊക്കെ എഴുതി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ചെയ്യുന്നത് ആ വാക്കുകളുടെയൊക്കെ മീനിങ് കിട്ടുമല്ലോ, ആ വാക്കുകളുടെ മീനിങ് നിങ്ങൾ കണ്ടുപിടിച്ചുകൂടെ എഴുതി വെക്കണം. അതിൽ ഡെയിലി ഒരു 2 വാക്ക് വെച്ച് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് കുറെ വാക്ക് പഠിക്കാൻ പറ്റും. ഒരു മാസം കഴിയുമ്പോൾ 60 വാക്ക് പഠിക്കാം. അത് 2 മാസം ആവുമ്പോഴേ എത്ര പഠിക്കാം? 120 വാക്ക് പഠിക്കാം. അപ്പൊ അതുപോലെയുള്ള കുറെ വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഷാരോൺ നിനക്കുള്ള ആക്ടിവിറ്റി കൂടെയാണ്. ന്യൂസ് പേപ്പർ എടുക്കുക, കഴിഞ്ഞതിന് ശേഷം ഇതേപോലുള്ള ആർട്ടിക്കിൾസ് നോക്കുക, ജസ്റ്റ് നോട്ടിച്ച് നോക്കുക. സ്ത്രീകളെ പറ്റിയിട്ട് അവർ ചലഞ്ചസ് ഓവർകം ചെയ്തതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെയുള്ള വാക്കുകൾ എഴുതുക. അതിൽ 1-2 വാക്കെങ്കിലും നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് അതിന്റെ മീനിങ് കണ്ടുപിടിക്കുക കേട്ടോ. ഡേറ്റ് ഇട്ട് എഴുതണേ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഡേറ്റ് ഇട്ട് ഓരോ വാക്ക് എഴുതണം. അത് ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ ഹെഡിങ് എഴുതണം. ഹെഡിങ് എഴുതിയതിന് ശേഷം വാക്ക് എഴുതുക, അതിന്റെ മീനിങ് എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ട് സെന്റൻസ് ഫോർമേഷൻ ഉണ്ട്, അത് നമുക്ക് ഗ്രാമർ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെയ്യാം കേട്ടോ. അതിപ്പോ ചെയ്യണ്ട. ഇപ്പൊ നിങ്ങൾ വാക്കുകൾ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? എന്താ ന്യൂസ് പേപ്പറിലുള്ള വാക്കുകൾ. ന്യൂസ് പേപ്പറിൽ നമ്മൾ കിട്ടുന്ന വാക്കുകൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ന്യൂസ് ഐറ്റം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിലുള്ളത്.
എപ്പോഴാ? ഇപ്പോഴോ? ഓ 8 മണിക്ക്. നമ്മളിത് നിർത്തി കേട്ടോ. നിർത്തി. ഇത് നമ്മളിപ്പോ ഒരു 2 മിനിറ്റ് എന്തായാലും 8 മണി കൂടുതൽ ഞാൻ എടുക്കുന്നില്ല. കാര്യം നിങ്ങൾക്ക് അടുത്ത് 8:30 നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? അപ്പൊ 8:30 ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്കപ്പോ ഇപ്പൊ നിർത്താം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിർത്താവോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാ, എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഹാവ് എ ഗുഡ് ഡേ. Bye. Thank you, sir. Bye, sir.